തമിഴ്നാട് 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിനായി ഏപ്രിൽ 23 വോട്ട് ചെയ്യും. 5.67 കോടി വോട്ടർമാരിൽ പകുതിയിലധികവും സ്ത്രീകളാണ്. അതെ, ഈ പാർട്ടികളിൽ പലതും ലക്ഷ്യമിടാൻ പോകുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വിഭാഗമായ യുവ വോട്ടർമാരുമുണ്ടാകും. അതിൽ തീർച്ചയായും വിജയന്റെ TVK പാർട്ടിയും ഉൾപ്പെടുന്നു. ഞാനിപ്പോൾ സേലത്തെ ത്യാഗരാജർ പോളിടെക്നിക്കിലാണ്. ഇത് സോന ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ ഭാഗമാണ്. എന്റെ കൂടെ ഇവിടെ ധാരാളം യുവ വോട്ടർമാരും അതുപോലെ അവരുടെ അധ്യാപകരും വർഷങ്ങളായി രാഷ്ട്രീയം കണ്ടുവരുന്ന പക്വതയുള്ള പൗരന്മാരായ മുതിർന്നവരുമുണ്ട്. സാർ, ഞാൻ താങ്കളിൽ നിന്ന് തുടങ്ങാം. തെരഞ്ഞെടുപ്പ് ആവേശം യുവാക്കളെ സ്വാധീനിച്ചിട്ടുണ്ടെന്ന് താങ്കൾക്ക് തോന്നുന്നുണ്ടോ, അതോ അവർ അതിൽ നിന്ന് അകന്നു നിൽക്കുകയാണോ? അതെ, തീർച്ചയായും ഈ തെരഞ്ഞെടുപ്പ് യുവാക്കളെ മാത്രമാണ് ലക്ഷ്യമിടുന്നത്. അതിനാൽ അത് 50 വർഷത്തെ ദ്രാവിഡ രാഷ്ട്രീയത്തിന്റെ സാഹചര്യം മാറ്റാൻ പോകുന്നു. അത് ഈ വർഷം മാറും. അത് മാറുമെന്ന് താങ്കൾ കരുതുന്നുണ്ടോ? നിന്റെ കാര്യമോ? നീ എന്തിനെക്കുറിച്ചാണ് ചിന്തിക്കാൻ പോകുന്നതെന്ന് ഇതിനകം ആലോചിച്ചിട്ടുണ്ടോ? നിന്റെ പേരെന്താണ്? ഏരിൽ രാജ്. ശരി. പ്രധാന പ്രശ്നം സേലം IT വളർച്ച, അടിസ്ഥാന സൗകര്യങ്ങളുടെ വിടവുകൾ എന്നിവയിൽ ബുദ്ധിമുട്ടുന്നു. പ്രതിഭകൾ സേലം സിറ്റിയിലെ IT വ്യവസായത്തിലേക്ക് വരുന്നില്ല എന്നതാണ്. അപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നത് ചെന്നൈക്കോ ബാംഗ്ലൂരിനോ കോയമ്പത്തൂരിനോ നേട്ടമുണ്ടാകുമ്പോൾ സേലം ഒഴിവാക്കപ്പെടുന്നു എന്നാണോ? അതെ. എല്ലാം ഏറ്റെടുക്കാൻ പോകുന്ന AI ഉണ്ടെന്നും അത് സേലം സിറ്റിയെ മാത്രമല്ല ലോകത്തിന്റെ മറ്റു ഭാഗങ്ങളെയും ദുരിതമനുഭവിക്കും. അതെ, സേലം സിറ്റിക്ക് ദുരിതമാകും. പ്രാദേശിക. ശരി, നിങ്ങളുടെ പേരെന്താണ്? തെരഞ്ഞെടുപ്പ് വരാനിരിക്കെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തൊക്കെയാണ്? എൻ്റെ പേര് ഹരിനേഷ്. ഞാൻ എൻ്റെ ആദ്യത്തെ ആശങ്ക സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും, എന്തിന് ആൺകുട്ടികൾക്ക് പോലും സുരക്ഷയില്ല എന്നതാണ്. തെരഞ്ഞെടുപ്പ് നടക്കുന്ന സാഹചര്യത്തിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തൊക്കെയാണ്? നിങ്ങൾ സുഹൃത്തുക്കൾക്കിടയിൽ രാഷ്ട്രീയം ചർച്ച ചെയ്യാറുണ്ടോ? നിങ്ങളുടെ പേരെന്താണ്? അതെ, ഞാൻ വനിത വികൽ, 3ാം വർഷ കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റിൽ നിന്നാണ്. ഞാൻ ഒരിക്കലും എൻ്റെ സുഹൃത്തുക്കളുമായി തെരഞ്ഞെടുപ്പിനെ കുറിച്ച് ചർച്ച ചെയ്യാറില്ല. പക്ഷേ ഒരു തെരഞ്ഞെടുപ്പ് നടത്തുമ്പോൾ നിങ്ങൾ കുടുംബത്തിൽ ചർച്ച ചെയ്യാറുണ്ടോ? കുടുംബത്തിൽ ഡിന്നർ ടേബിൾ വെച്ച് എപ്പോഴെങ്കിലും രാഷ്ട്രീയത്തെക്കുറിച്ച് എന്തെങ്കിലും ചർച്ച നടക്കാറുണ്ടോ? അവർ പറഞ്ഞു നമ്മുടെ സുഹൃത്തുക്കളെ തിരഞ്ഞെടുക്കാൻ TVK കുഴപ്പമില്ലെന്ന്. അവരങ്ങനെയാണ് ചിന്തിക്കുന്നത്. എൻ്റെ പേര് വിഷേത എന്നാണ്. ഞാൻ 2nd ഇയർ കമ്പ്യൂട്ടർ ഡിപ്പാർട്ട്മെന്റിൽ നിന്നാണ്. എൻ്റെ പ്രധാന ഭയം കള്ളവോട്ടാണ്. പിന്നെ ഇപ്പോൾ മാത്രമാണ് അവർ ഈ തിരഞ്ഞെടുപ്പുകൾക്ക് വേണ്ടി ലാപ്ടോപ്പുകൾ, കുറച്ച് പണമൊക്കെ കൊടുക്കുന്നത്. പക്ഷേ അവരത്രയധികം കൊടുക്കുന്നില്ല. അതെ, ഇല്ല. അതുകൊണ്ട് തെരഞ്ഞെടുപ്പ് സമയത്ത് മാത്രമാണ് സമ്മാനങ്ങൾ വരുന്നതെന്ന് നിങ്ങൾക്ക് തോന്നുന്നു? അവ വർഷം മുഴുവനും വരണം. പക്ഷേ സ്ത്രീകളുടെ വിദ്യാഭ്യാസത്തിനും പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തിനുമായി ചില പദ്ധതികളുണ്ട്, അല്ലേ? അവരത് ആ പദ്ധതികൾ ശരിയായിട്ടും കൃത്യമായിട്ടും പിന്തുടരുന്നില്ല. എല്ലാവർക്കും കിട്ടുന്നില്ലേ? അതെ, അല്ല, എല്ലാവർക്കും അത് കിട്ടുന്നില്ല. പ്രശ്നങ്ങളെക്കുറിച്ച് കൂടുതൽ സംസാരിക്കുകയും പൊതുജനങ്ങളോടും കൊച്ചുകുട്ടികളോടും അഭ്യർത്ഥിക്കുകയും ചെയ്യുക. സിനിമയുടെയോ മറ്റോ മായാലോകത്താൽ ഭ്രമിച്ചു പോകാതെ. ഏതാണ് നല്ലത്, ഏതാണ് ചീത്ത, ആർക്ക് നല്ലത് ചെയ്യാൻ കഴിയും, ആർക്ക് ചീത്ത ചെയ്യാൻ കഴിയും എന്നതിനെക്കുറിച്ച് അവർ ചിന്തിക്കേണ്ടി വരും. അവർ ആ രീതിയിൽ ചിന്തിക്കണം. പണത്തിനോ സമ്മാനങ്ങൾക്കോ ഒന്നിനും കൈക്കൂലി വാങ്ങാതെ അവർ വോട്ട് ചെയ്യണം. കാരണം തിരഞ്ഞെടുപ്പ് സമയത്ത് ആരോ പറഞ്ഞതുപോലെ സമ്മാനങ്ങളും സൗജന്യങ്ങളും എപ്പോഴും വിതരണം ചെയ്യപ്പെടുന്നുണ്ട്. അതുപോലെ ജനങ്ങൾ തങ്ങളുടെ നേതാവിനെ തിരഞ്ഞെടുക്കാൻ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും വേണം. ഈ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് അതാണ് എൻ്റെ പ്രധാന ആശങ്ക. നമ്മളെല്ലാവരും ഒടുവിൽ വിദ്യാഭ്യാസ പ്രവർത്തകരാണ്. അതുകൊണ്ട് എൻ്റെ ആശങ്ക എന്തെന്നാൽ വോട്ടെണ്ണലിൽ പ്രധാന പങ്ക് വഹിക്കുന്ന ഈ യുവജനങ്ങളെയാണ് എല്ലാ തിരഞ്ഞെടുപ്പ് പാർട്ടികളും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ സ്ഥിതിവിവര കണക്കുകൾ നോക്കുമ്പോൾ അവർ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ ഉപയോഗിക്കുന്നതും മൊബൈൽ ഫോണിനോടുള്ള ആസക്തിയും മറ്റ് അച്ചടക്കമില്ലാത്ത പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നതും ഇപ്പോൾ വളരെ കൂടുതലാണ്. രാഷ്ട്ര നിർമ്മാണത്തിന് സംഭാവന നൽകാൻ പോകുന്ന നമ്മുടെ വിദ്യാർത്ഥികളെയും യുവജനങ്ങളെയും സംബന്ധിച്ചിടത്തോളം ഇതാണ് പ്രധാന ആശങ്ക. അതുകൊണ്ട് വരാനിരിക്കുന്ന സർക്കാർ ഇതിൽ നടപടിയെടുക്കുകയും അവരെ നേർവഴിക്ക് കൊണ്ടുവരാൻ ശക്തമായ നയങ്ങൾ രൂപീകരിക്കുകയും വേണം. മാഡം, താങ്കളുടെ ആശങ്കകൾ എന്തൊക്കെയാണ്? എൻ്റെ ആശങ്ക ജനങ്ങൾ വിവേകത്തോടെ വോട്ട് ചെയ്യുകയും പുതിയ കാഴ്ചപ്പാടുകളും ഉത്തരവാദിത്തമുള്ള നേതൃത്വവും കൊണ്ടുവരാൻ കഴിയുന്ന പുതിയ മുഖങ്ങൾക്ക് ഒരവസരം നൽകുകയും വേണം എന്നതാണ്. ഇതാണ് എൻ്റെ ആശങ്ക. അപ്പോൾ കുറേ വർഷങ്ങളായി രാഷ്ട്രീയം പോകുന്ന രീതിയിൽ നിങ്ങൾ നിരാശയാണോ? നിരാശ പോലെയല്ല, മാറ്റങ്ങൾ കാണാൻ ഇഷ്ടമാണ്. അവർ കൊടുക്കട്ടെ, നമുക്ക് മറ്റുള്ളവർക്ക് അവസരം കൊടുത്ത് മാറ്റങ്ങൾ കാണാം. അതാണ് എൻ്റെ കാര്യം. നിങ്ങൾ വോട്ട് ചെയ്യുന്ന തെരഞ്ഞെടുപ്പ് വിഷയം എന്താണ്? നിങ്ങളുടെ ഏറ്റവും വലിയ ആശങ്ക എന്താണ്? പ്രധാനമായി എൻ്റെ ഏറ്റവും വലിയ ആശങ്ക അവർ ചിന്തിക്കണം, അവർ വോട്ട് ചെയ്യണം എന്നതാണ്. അതാണ് പ്രധാന കാര്യം. അഴിമതി പ്രശ്നമാണോ? അഴിമതി ഒരു വിഷയമാണോ? അഴിമതിയെക്കുറിച്ച് എല്ലാവർക്കും അറിയാം മാഡം. ഇപ്പോൾ അതൊരു സമീകരണമാണ്. കാരണം എല്ലാവരും, അതുകൊണ്ട് രാഷ്ട്രീയത്തിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് എല്ലാവർക്കും അറിയാം. പക്ഷേ അവർ ചിന്തിക്കണം, അവർ വിവേകത്തോടെ വോട്ട് ചെയ്യണം. പ്രധാന കാര്യം എൻ്റെ ആശങ്ക സ്ത്രീ സുരക്ഷയാണ്.
ലൈംഗിക പീഡനം വരാനിരിക്കുന്ന രാഷ്ട്രീയ മാറ്റങ്ങൾക്കായി ഇല്ലാതാക്കണം. നമുക്കത് ആവശ്യമാണ്. അപ്പോൾ ആരുടെയെങ്കിലും അജണ്ടയിൽ അതുണ്ടോ? ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികൾ അതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ടോ? ഇല്ല മാഡം, ഇതുവരെ ഇല്ല. അവര് അതൊരു വലിയ തെരഞ്ഞെടുപ്പ് വിഷയമായി സംസാരിക്കുന്നു. പക്ഷേ മാഡം, നിങ്ങളുടെ കാര്യമോ? എന്തൊക്കെയാണ് നിങ്ങളുടെ ആശങ്കകൾ? ഇപ്പോൾ നിങ്ങൾക്കറിയാമല്ലോ, ഈ ഗവൺമെന്റിന് ഉദാഹരണത്തിന് പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തിനായി നിരവധി പദ്ധതികൾ ഉണ്ടായിരുന്നു. അതല്ലാതെ തന്നെ ചരിത്രപരമായി തമിഴ്നാടിന് അതുണ്ടായിരുന്നു. എന്നാൽ ആ ഘടകങ്ങൾ ഒരു മാറ്റം ഉണ്ടാക്കുന്നുണ്ടോ? കാരണം തീർച്ചയായും അത്തരം പദ്ധതികൾ കൊണ്ടുകൂടിയാണ് പുതിയ തലമുറയ്ക്ക് വരാൻ കഴിയുന്നത് നമ്മൾ കാണുന്നത്, അല്ലേ? മാഡം, ചില പാർട്ടികൾക്ക് ഒരുപാട് പശ്ചാത്തലമുണ്ട്. നമ്മുടെ സംസ്ഥാനം ഭരിക്കുന്നു ഒരുപാട് കാലമായി. 50 വർഷത്തിലേറെയായി അവർ നമ്മുടെ സംസ്ഥാനം ഭരിക്കുകയാണ്. പക്ഷേ നമുക്ക് ചില മാറ്റങ്ങൾ വേണം വോട്ട് ചെയ്യാൻ. ചില പോസിറ്റീവായ ആളുകളെ നമ്മുടെ രാജ്യത്തെ മെച്ചപ്പെട്ട രീതിയിലാക്കാൻ. ശരി, ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ പോകുന്ന മറ്റ് ചെറുപ്പക്കാരാരാണ്? ലെക്ചറാണ്, ദയവായി പറയൂ. സാർ എന്ത് പറയുന്നു, എന്ത് ചിന്തിക്കുന്നു? യഥാർത്ഥത്തിൽ തമിഴ്നാട്ടിൽ ഞങ്ങൾ 5 പതിറ്റാണ്ടിലേറെയായി ദ്രാവിഡ നിയന്ത്രണത്തിലാണ്. നമുക്ക് പുതിയ ആൾക്കൊരു അവസരം കൊടുക്കണം. അത് വിജയ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ മറ്റാരെങ്കിലും ആയിക്കോട്ടെ. അപ്പോൾ സെലിബ്രിറ്റി ഭൂരിഭാഗം പാർട്ടികളും, പ്രമുഖ പാർട്ടികളും, ഭരണകക്ഷിയോ പ്രധാന പ്രതിപക്ഷ കക്ഷിയോ ആകട്ടെ, അവർ ആ പ്രത്യേക നിയമസഭയിലെ ഭൂരിപക്ഷ സമുദായത്തിന് മാത്രമാണ് സീറ്റുകൾ നൽകുന്നത്. അതുകൊണ്ട് തമിഴ്നാട്ടിൽ ജാതി ഇല്ലെന്ന് നമ്മൾ പറഞ്ഞാലും നമ്മുടെ പേരിനൊപ്പം ജാതി പേര് ചേർക്കുന്നില്ലെങ്കിലും അതിവിടെ ഒരു പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. എൻ്റെ കാഴ്ചപ്പാടിൽ പ്രധാന ആശങ്ക അഴിമതി തന്നെയാണ്. എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലും, ഓരോ ഡിപ്പാർട്ട്മെൻറ്റിലും കൈക്കൂലി കൊടുക്കാതെ ഒരു കാര്യവും നടക്കില്ല. പ്രത്യേകിച്ച് റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ്, രജിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ഉദാഹരണത്തിന് ഞാൻ പറയാൻ. അതെ, അതുകൊണ്ട് ഇതൊരു പ്രധാന ആശങ്കയാണ്. സാർ, താങ്കൾക്ക് പങ്കുവെക്കാൻ കഴിയുന്ന എന്തെങ്കിലും അനുഭവം ഉണ്ടായിട്ടുണ്ടോ? അതെ, മാഡം, എനിക്ക് അനുഭവമുണ്ട്. നമ്മൾ പട്ടാ ട്രാൻസ്ഫറിന് അപേക്ഷിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ശരിയായ രേഖകളുമായി രജിസ്ട്രേഷന് പോയാലും അവരത് വൈകിപ്പിക്കുകയാണ്. കൃത്യമായ ഒരു കാരണവുമില്ലാതെ അവർ വൈകിപ്പിക്കുകയാണ്. അതുകൊണ്ട് അവർ പ്രതീക്ഷിക്കുന്നത്, കാരണം നിങ്ങൾ മേശക്കടിയിലൂടെ എന്തെങ്കിലും കൊടുക്കണം. അതെ, അവർ പ്രതീക്ഷിക്കുന്നുണ്ട്. അവർ പരോക്ഷമായി അവർ പറയുകയാണ്, നമ്മൾ പണം കൊടുത്താൽ അവരത് ചെയ്യും, എല്ലാവരും ചെയ്യും. പക്ഷേ അത് എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും ഏറെക്കുറെ ശരിയാണ്, അല്ലേ? വർഷങ്ങൾ കൊണ്ട് അത് മാറേണ്ടതുണ്ട് മാഡം. അത് മാറിയേ പറ്റൂ. പക്ഷെ ആളുകളും തീർച്ചയായും അവർക്ക് നിലപാടുണ്ടാവണം. ഞങ്ങൾ ഒരു പണവും കൊടുക്കില്ല, അതുവരെ അവർ ഓരോരുത്തരും പോലും എല്ലാവരും അവർ കുറുക്കു വഴികൾ തേടുകയാണ്. അതുകൊണ്ട് അവർ ഒഴിവാക്കണം. കൂടാതെ ഏത് ജോലിക്കും പണം നൽകുന്നത് നിർത്താനും അവർ ആഗ്രഹിക്കുന്നു. അതെ, അത് ഇന്നത്തെ ഇന്ത്യയിൽ സാധ്യമാണോ? അതെ, നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? അതെ, ഇത് സാധ്യമാണ്. യഥാർത്ഥത്തിൽ ഇത് സാധ്യമാണ്. പക്ഷെ കാര്യം, നമ്മൾ സിസ്റ്റം പൂർണ്ണമായും മാറ്റേണ്ടതുണ്ട്. അടിസ്ഥാനത്തിൽ നിന്ന് തുടങ്ങി നമ്മൾ സിസ്റ്റം മാറ്റേണ്ടതുണ്ട്. ആദ്യം തുടക്കത്തിൽ നമ്മൾ ജനങ്ങളുടെ മനസ്സ് മാറ്റണം. നമ്മൾ ഏതെങ്കിലും ഓഫീസിലേക്ക് പോകുമ്പോൾ നമ്മൾ ശരിയായ രീതിയിൽ പോകണം. നമ്മൾ രേഖകൾ ശരിയായ രീതിയിൽ സമർപ്പിക്കണം. അതുകൊണ്ട് നമുക്ക് ഗവൺമെൻറ്റിനും ജനങ്ങൾക്കിടയിൽ ഒരു ആശയവിനിമയ സംവിധാനം വേണം. അവർക്കിടയിൽ ഒരു ആശയവിനിമയ സംവിധാനം വികസിപ്പിച്ചെടുക്കുകയാണെങ്കിൽ നമുക്ക് തീർച്ചയായും അത് മാറ്റാൻ കഴിയും. അപ്പോൾ അത് ചെയ്യാനുള്ള ഒരു വഴിയാണ് വോട്ട്, അല്ലേ? അതൊരു ആശയവിനിമയമാണ്. വോട്ട് ഗവൺമെന്റിനും ജനങ്ങൾക്കിടയിലുള്ള ഏറ്റവും വലിയ ആശയവിനിമയമാണ്. ആളുകൾ അത് നന്നായി ഉപയോഗിക്കുന്നുണ്ടോ? അതിന് മാറ്റം കൊണ്ടുവരാൻ കഴിയുമോ? അതെ മാം, അതിന് കഴിയുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? അതെ, ഞാൻ അങ്ങനെ കരുതുന്നു. ആ വോട്ടിന് ലോകത്ത് എന്തെങ്കിലും മാറ്റം വരുത്താൻ കഴിയുമോ എന്ന് ഞാൻ ചിന്തിക്കുകയാണ്. അതിന് പോലും കഴിയും. അപ്പോൾ അതിനൊരു മൂല്യമുണ്ട്. അതെ, അതിന് ഭൂമിശാസ്ത്രപരമായ അതിരുകൾ പോലും മാറ്റാൻ കഴിയും. അതെ, അത് ശരിയാണ്. നന്ദി മാഡം. അപ്പോൾ വേറെ ആരെങ്കിലും ഉണ്ടോ? തെരഞ്ഞെടുപ്പിൽ നിന്നുള്ള നിങ്ങളുടെ ഏറ്റവും വലിയ പ്രതീക്ഷ എന്താണ്? എന്തെങ്കിലും പ്രതീക്ഷയുണ്ടോ? അവധി. അതുകൊണ്ട് അത് നല്ലതല്ല എന്നർത്ഥമില്ല. ഇല്ല. പക്ഷേ അത് കഴിവിൻ്റെയും പ്രാപ്തിയുടെയും അടിസ്ഥാനത്തിൽ ചെയ്യട്ടെ. എന്തിന് സൗജന്യങ്ങൾ നൽകണം? അഥവാ ഉച്ചഭക്ഷണ പദ്ധതി പോലെ അത് പെൺകുട്ടികളെ സ്കൂളിൽ നിലനിർത്താൻ, അല്ലെങ്കിൽ കുട്ടികളെ സ്കൂളിൽ നിലനിർത്താൻ സഹായിച്ചുവെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അത്തരം പദ്ധതികളെ പ്രോത്സാഹിപ്പിക്കണം, അല്ലേ? ഞാൻ ഉദ്ദേശിച്ചത് ആരോഗ്യം. അവർക്കൊരു ആരോഗ്യ പരിശോധന ഉണ്ടെങ്കിൽ അങ്ങനെ. ഞാൻ എല്ലാ സൗജന്യ പദ്ധതികളെ കുറിച്ചും അല്ലല്ല സംസാരിക്കുന്നത്. ചൂണ്ടിക്കാണിക്കുന്നു എന്ന് മാത്രം തെരഞ്ഞെടുപ്പ് കാലത്ത് നടക്കുന്ന കാര്യങ്ങൾ.
അതുപോലെ സമ്മാനങ്ങൾ, വോട്ടർമാരെ ആകർഷിക്കാൻ വേണ്ടി നൽകുന്നവ. അപ്പോൾ ആളുകളോട് അവസാനമായി മറ്റെന്തെങ്കിലും പറയാനുണ്ടോ? ഉണ്ട് സർ. അപ്പോൾ എൻ്റെ ഒരു ആശങ്ക, തമിഴ്നാട്ടിൽ ഞാൻ ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. അപ്പോൾ സൈനിക് സ്കൂളുകൾ, ജവഹർലാൽ നെഹ്റു നവോദയ സ്കൂളുകൾ എന്നിവ പോലുള്ള കേന്ദ്ര സർക്കാർ പദ്ധതികൾ തമിഴ്നാട്ടിൽ കാര്യമായി നടപ്പിലാക്കിയിട്ടില്ല. അപ്പോൾ അതും തമിഴ്നാട്ടിൽ നടപ്പിലാക്കാൻ പോവുകയാണ്. രണ്ടാമത്തെ കാര്യം വ്യവസായ രംഗത്തെക്കുറിച്ചാണ്. തമിഴ്നാട് പ്രധാനമായും സംഭാവന ചെയ്യുന്നത് നിർമ്മാണ വ്യവസായങ്ങളിൽ മാത്രമാണ്, IT-യിലല്ല. IT-യിൽ ഏറ്റവും കൂടുതൽ സംഭാവന ചെയ്യുന്നത് കർണാടകയാണ്. അതുകൊണ്ട് ഏറ്റവും കൂടുതൽ പദ്ധതികളും തെലങ്കാനയിലേക്കോ ആന്ധ്രാപ്രദേശിലേക്കോ ആണ് വരുന്നത്. എല്ലാ ടെക് ഭീമന്മാരും അവിടെയുണ്ട്. പക്ഷേ തമിഴ്നാട്ടിൽ ടെക് ഭീമന്മാരിലെ ആദ്യ 10 കമ്പനികൾ ലഭ്യമല്ല. അപ്പോൾ അത് രണ്ടാമത്തെ ആശങ്കയാണ്. മൂന്നാമത്തെ കാര്യം ആളുകൾ മാറണം എന്നതാണ്. നിങ്ങൾ പുതിയ മുഖങ്ങളെയാണ് നോക്കുന്നതെങ്കിൽ ആ പുതിയ മുഖങ്ങൾ സമൂഹത്തിന് വേണ്ടി എന്ത് ചെയ്തു, അതും ചിന്തിക്കണം. അപ്പോൾ ഉദാഹരണത്തിന് വിജയ് വരുന്നുവെന്നാണെങ്കിൽ വിജയ് ജനങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്തിട്ടുണ്ട്? അപ്പോൾ MGR-നെ ഉദാഹരണമായി എടുത്താൽ MGR ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. വിജയ് എന്ത് ചെയ്തു, അതും നോക്കണം. സർ, ഞാനൊരു കാര്യം പറയാം. കേന്ദ്രം ആവശ്യത്തിന് ഫണ്ട് നൽകുന്നില്ലെന്ന് സംസ്ഥാന സർക്കാർ പറയുന്നുണ്ട്. തമിഴ്നാട് പോലൊരു സംസ്ഥാനം വളരെ വളരെ പുരോഗമനപരമാണ്. ഞങ്ങൾ ഒരുപാട് പണം നൽകുന്നുണ്ട്. കേന്ദ്രം ഞങ്ങൾക്ക് പണം തിരികെ നൽകുന്നില്ല. അത് ഇവിടുത്തെ ആളുകൾക്കൊരു ആശങ്കയാണ്. കാരണം അവർ ഞങ്ങളുടെ പണത്തിന്റെ വിഹിതം നൽകാത്തത് കൊണ്ട് ഞങ്ങളുടെ വികസനം ബാധിക്കപ്പെടുന്നുണ്ട്. ഞാൻ ഉദ്ദേശിച്ചത്, ബീഹാർ 1 രൂപ കൊടുക്കുമ്പോൾ അവർക്ക് 7 രൂപ തിരികെ കിട്ടുന്നു. നമുക്ക് എന്ത് കിട്ടുന്നു? കുറച്ച് പൈസ തിരികെ കിട്ടുന്നു, അല്ലേ? അതൊരു ആശങ്കയാണ്. അല്ല, അതൊരു ആശങ്കയല്ല മാഡം. യഥാർത്ഥത്തിൽ എൻ്റെ കയ്യിൽ അതിൻ്റെ ഡാറ്റ ഉണ്ടായിരുന്നു. പുരട്ചി തലൈവർ MGR ആണ് ഉച്ചഭക്ഷണ പദ്ധതി ആരംഭിച്ചത്. ആ ഉച്ചഭക്ഷണ പദ്ധതിക്കും കേന്ദ്ര സർക്കാരാണ് പണം നൽകുന്നത്. ആ പദ്ധതിയെ സമഗ്ര ശിക്ഷ SSA പദ്ധതി എന്നാണ് പറയുന്നത്. അവർ ഫണ്ടിന്റെ 75% നൽകുന്നുണ്ട്. പിന്നെ രണ്ടാമത്തെ കാര്യം, സ്ത്രീകളുടെ വിദ്യാഭ്യാസത്തിനായി ACT പ്രഗതി സ്കോളർഷിപ്പ് നൽകുന്നുണ്ട്. പിന്നെ ഓരോ ഭരണകക്ഷിക്കും എന്റെ ധനമന്ത്രാലയം GST കൗൺസിലിന്റെ ഭാഗമാണ്. GST കൗൺസിലിൽ സംസ്ഥാന സർക്കാരിന്റെ ധനമന്ത്രി അംഗീകരിച്ചാൽ മാത്രമേ ഫണ്ട് അനുവദിക്കുകയുള്ളൂ. അതുകൊണ്ട് സംസ്ഥാന കേന്ദ്ര രാഷ്ട്രീയങ്ങൾക്കിടയിലുള്ള ഈ വൈരുദ്ധ്യങ്ങൾ കാരണം എന്താണ് സംഭവിക്കുന്നത് എന്നോർത്ത് ജനങ്ങൾ ആശയക്കുഴപ്പത്തിലാവുകയാണ്. യുവാക്കൾക്ക്, ചെറുപ്പക്കാർക്ക് അത് ഏറ്റവും വലിയ വെല്ലുവിളിയായി മാറാൻ പോകുന്നു. ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികൾ ആ ആശങ്കകളെ അഭിസംബോധന ചെയ്യുന്നുണ്ടോ? അതുകൊണ്ട് സാധാരണയായി ഇന്നത്തെ തീയതിയിൽ അവരാരും യുവതലമുറയ്ക്ക് വേണ്ടി അത് ശരിയായി ചെയ്യുന്നില്ല. എന്നാൽ അവരിപ്പോൾ ചെയ്യുന്നതെല്ലാം യഥാർത്ഥത്തിൽ സൗജന്യമായി നൽകുകയാണ്. മറ്റുള്ള കാര്യങ്ങൾ മാത്രമാണ് ആളുകൾ സംസാരിക്കുന്നത്. അതിനു പകരം യുവാക്കൾക്കുള്ള അവസരം എന്താണ്, രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥ എങ്ങനെ ഉണ്ടാക്കാം, അല്ലെങ്കിൽ അവർക്ക് എങ്ങനെ സ്വയം വികസിക്കാം, തൊഴിൽ പ്രശ്നങ്ങൾ, അത്തരം കാര്യങ്ങളൊന്നും ഒരു രാഷ്ട്രീയ പാർട്ടിയും ഏറ്റെടുക്കുന്നില്ല. തീർച്ചയായും ഇത് യുവാക്കൾക്ക് ഒരു നല്ല കുതിച്ചുചാട്ടമാണ്. അതുകൊണ്ട് അവർ തൊഴിലിനെ കുറിച്ച് സംസാരിക്കണം. ഇന്നത്തെ കാലത്ത് ലിങ്ക്ഡിനിൽ ഞാനൊരു പുതിയ സർവേ കാണുകയായിരുന്നു. 10 പേരിൽ 8 പേർക്കും ഒട്ടും ജോലി കിട്ടുന്നില്ല. അപ്പോൾ എനിക്ക് ഉറപ്പാണ് നിങ്ങൾ എല്ലാവരും വിജയ് ആരാധകരാണെന്ന്, അല്ലേ? അല്ല, വിജയ് ഫാൻ അല്ല. നിങ്ങളുടെ കാര്യമോ? വിജയ് ആരാധകർ. അപ്പോൾ അത് അദ്ദേഹത്തിന് ഒരു വോട്ട് കൂടിയായി മാറുമോ? അത് നിങ്ങൾക്ക് ഒരു വോട്ടായി മാറും. നിങ്ങളുടെ കാര്യമോ? വിജയ് ഫാൻ, അതുപോലെ വോട്ടായി മാറും. നിങ്ങളുടെ കുടുംബവും വിജയ് സപ്പോർട്ടേഴ്സ് ആണോ? ഇല്ല, നിങ്ങളുടെ അച്ഛനൊഴികെ. ശരി, അമ്മ വോട്ട് ചെയ്യും, ഒരു സപ്പോർട്ടറാണ്. നിങ്ങൾ പെൺകുട്ടികളോ? വിജയ് ഫാൻസ് അല്ല. മാം, എനിക്ക് തോന്നുന്നത് സിനിമ വേറെ, യഥാർത്ഥ ജീവിതം വേറെ എന്നാണ് മാം. എനിക്ക് വേണ്ട. കാരണം യഥാർത്ഥ ജീവിതത്തിൽ അദ്ദേഹം എന്താണെന്ന് നമുക്കൊരിക്കലും അറിയില്ല. അദ്ദേഹം എന്ത് ചെയ്യുമെന്ന് നമുക്കൊരിക്കലും അറിയില്ല. കാരണം നമ്മൾ സിനിമയിൽ അദ്ദേഹത്തിൻ്റെ മുഖം മാത്രമേ കാണുന്നുള്ളൂ. ഇപ്പോൾ അദ്ദേഹം താരതമ്യം ചെയ്യുകയാണെന്ന് പറഞ്ഞു. പക്ഷേ യഥാർത്ഥത്തിൽ തൃഷയുടെയും വിജയുടെയും വിഷയം വന്നപ്പോൾ കല്യാണിന് 3 ഭാര്യമാരുണ്ടെന്ന് അവർ പറഞ്ഞു. അതൊക്കെയാണ് എനിക്ക് വേണ്ട. അവരും താരതമ്യം ചെയ്യുന്നുണ്ട് മാം. അവരെന്തും ചെയ്യണം. അതെ, അദ്ദേഹത്തിന്റെ യഥാർത്ഥ മുഖങ്ങൾ എന്താണെന്ന് നമുക്കറിയില്ലാത്തത് കൊണ്ട് TVK വരുന്നത് എനിക്ക് താല്പര്യമില്ല. ഇത്തരം സോഷ്യൽ മീഡിയ ചർച്ചകൾ നല്ലതാണോ? അതായത് നിങ്ങളുടെ പ്രൊഫസർ പറഞ്ഞതുപോലെ വിദ്യാർത്ഥികൾ രാഷ്ട്രീയം സംസാരിക്കുന്നില്ല. ക്യാമ്പസുകൾക്കുള്ളിൽ രാഷ്ട്രീയം സംസാരിക്കാൻ നമ്മൾ ശരിക്കും പ്രോത്സാഹിപ്പിക്കാറില്ല, അല്ലേ? പക്ഷേ വിദ്യാർത്ഥികൾ, നിങ്ങൾ എല്ലാവരും എന്താണ് സംഭവിക്കുന്നതെന്ന് നിരീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ സോഷ്യൽ മീഡിയയിലെ അത്തരം ചർച്ചകൾ ഒരു നല്ല കാര്യമാണെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? ഞാൻ ഉദ്ദേശിച്ചത്, നിങ്ങൾ പറഞ്ഞത് നല്ലൊരു പോയിന്റാണ്. വിജയുടെ ആരാധകർ വിജയുടെ വോട്ടർമാരാകണമെന്നില്ല. അത് രണ്ടും 2 വ്യത്യസ്ത കാര്യങ്ങളാണ്. പക്ഷേ പുറത്തു നിന്ന് ഒരാൾക്ക് അവർക്ക് വരണമെന്നുണ്ടെങ്കിൽ അത് സൺ ന്യൂസ് കാരണം മാത്രമാണ് ട്രെൻഡിങ് ആയത്. കാരണം ആ വിഷയം ചോർത്തിയത് അതൊരു കോടതി നടപടിയാണെന്ന് വ്യക്തമായി പറഞ്ഞതാണ്. പക്ഷേ അവർ ആ വിഷയം ചോർത്തുന്നു. അതെ, അപ്പോൾ രാഷ്ട്രീയം അത്രയും വൃത്തികെട്ടതാണ്. നിങ്ങളെപ്പോലുള്ള എല്ലാ ചെറുപ്പക്കാരും പോയി വോട്ട് ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ വോട്ട് ഒരു മാറ്റമുണ്ടാക്കുമെന്ന് പ്രത്യാശിക്കുന്നു. നിങ്ങളുടെ ടീച്ചർ പറഞ്ഞതുപോലെ നിങ്ങൾ വോട്ട് ചെയ്യാൻ പോകുന്നതിന് മുമ്പ് ആർക്കാണ്, എന്തിനാണ് വോട്ട് ചെയ്യുന്നതെന്ന് നിങ്ങൾ ആലോചിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇവിടെ സേലത്തുള്ള ത്യാഗരാജർ പോളിടെക്നിക് കോളേജിൽ നിന്നുള്ള റിപ്പോർട്ട് അവസാനിക്കുന്നു. വീക്ഷിച്ചതിന് വളരെ നന്ദി.